മാറാട്ടക്കാരിയെ കാണിക്കാം. ഇവളെ ഒരാൾ മാറാട്ടക്കാരി ഇതിൽ ഇവളാണ് സദാനന്ദ മന്ദിരത്തിലെ ശ്രീലത. ഇവളെ ഒരാൾ മാറാട്ടക്കാരി. ഇവളത്ര ആക്കുമോ? ഇവിടെ അത്രയും ഇല്ല, അവിടെ അത്രയും. ഈ പെരുത്ത വണ്ണമുള്ളവന്മാർ അത്ര ആക്കല ജോലി നമ്മളെ. ഇവിടെ പേരാ ശ്രീലതയെന്ന്. ഇവള് 80 വയസ്സിനടുത്തായി ഇവക്ക്. എന്നെക്കാട്ടി മൂത്ത മക്കളുണ്ട് ഇവക്ക്. ഇവളാണ് മക്കളെക്കാട്ടി ഇളയ ഒരുത്തനെ വെച്ചുകൊണ്ടിരുന്നത്. ഇവളുമാരൊക്കെയാണ് നമ്മളെ പറയുന്നത്. മക്കളെക്കാട്ടി ഇളയ ഒരു SNDP കാരനെ ഇങ്ങനെ കയറി വെച്ചുകൊണ്ടിരുന്നത്. SNDP കാരനെ പള്ളേമ്പി പപ്പു. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. മോനെക്കാട്ടി ഇളയതാ, മൂത്ത മോനെക്കാട്ടി ഇളയതാ. SNDP നടക്കുക. ഇവളുമാരൊക്കെ SNDP പോകുന്നത്. ഞങ്ങൾ SNDP പോകാറില്ല. ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്നത്. ഞങ്ങൾക്ക് SNDP പോകേണ്ട കാര്യമൊന്നുമില്ല. SNDPയെ വെച്ച് ഇതാക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. SNDPയിലൊന്നും പോയി ജീവിക്കുകയല്ല. ഞങ്ങൾ കണ്ടില്ലേ, SNDP കയറി പോവുക. ഞങ്ങൾക്ക് SNDPയിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് SNDP പോകേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞങ്ങളിവിടെ ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങളിരിക്കുന്നത്. SNDPയിലൊന്നും പോയി കിടന്ന് മറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് വീട്ടിൽ സ്ഥലമുണ്ട് ഇരിക്കാൻ. ഇതെൻ്റെ വീട്. ഇവിടെ സ്ഥലമുണ്ട് പ്രാർത്ഥിക്കാനും എല്ലാം. SNDPയിലോട്ടൊന്നും മൈക്കിൽ കൂടെ ഒന്നും പ്രാർത്ഥിക്കാൻ പോകണ്ട. SNDPയിലോട്ട് പോകാറുമില്ല. ഇവളാ ഒരാൾ മാറാട്ടക്കാരി. പിന്നെ ഇവിടെ മരുമോള് വൃന്ദയെന്ന് പറയുന്ന അവളെ ഇന്നലെ കാണിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇങ്ങനെ വരിക, ഇങ്ങനെ നടക്കുക ഇതുമായിട്ട്. പിന്നെ ബ്ലൂടൂത്ത് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്നിട്ട് അങ്ങ് വർത്താനവും ഫോൺ ഓഫാക്കാതിരിക്കണം. ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതെല്ലാം പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഇതാക്കുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ പിടിക്കുന്നുള്ളൂ. ഇവർ പോകുന്നത് കാണുമ്പോൾ നമ്മൾ പിടിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും വീടിനകത്തും എല്ലാം ഫോണും കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടല്ല നടക്കുന്നത്. നമ്മളവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. എത്ര മണിയായി? 10:30യോ? 10:30. എന്തുവാമേ? അയ്യത്ത് പോകുന്നു. വൈകിട്ടിട്ടാ മതി തീയൊക്കെ കേട്ടോമേ. അത് നീക്കിത്തരാം. അത് ഞാൻ നീക്കിത്തരാം. ഇതാണ് ഞങ്ങളുടെ വീട്. മനസ്സിലായല്ലോ. ഇങ്ങനെ കള്ളത്തരം കൊണ്ട് നടക്കുക നമ്മളെ ഇതാക്കാൻ. പല രീതിയിലാണ് കള്ളങ്ങളുമായിട്ട് നടക്കുന്ന ഇവന്മാർ.